പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളവിടെ പാടത്ത് കൊയ്ത്ത് നടക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം അല്ലേ. ഇപ്പം നല്ല പൊരി വെയിലായതുകൊണ്ടും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി വന്ന് അവരെയും കൂട്ടി കുട്ടിപ്പട്ടാളായിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ വന്നത്. വൈകുന്നേരം വരാനാണ് ഇവിടെ ഒരു അടിപൊളി വൈബാണ് കേട്ടോ, സൂര്യാസ്തമയമൊക്കെ കാണാൻ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങളുടെ അവിടുത്തെ കണ്ടത്തിൻ്റെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ആ ാണ് നമ്മുടെ വിഷയം കിടക്കുന്നത്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ പരിപാടിയാണ്. പണ്ടത്തെ സമയത്ത് അപ്പൂപ്പൻ്റെ ഒപ്പം ഇങ്ങനെ കഞ്ഞിയും പിടിച്ച് അവർക്ക് ഉച്ചയാകുമ്പോഴും കാലത്ത് കഞ്ഞിക്കാണ് കൊണ്ടുപോകുക. ഉച്ചയ്ക്ക് അവർ വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുക. കാലത്ത് കഞ്ഞി കൊണ്ടുപോകണ കാര്യമാണ് ഓർമ്മ വരണത്. ആ സമയത്ത് ഭയങ്കര ഒച്ചമ്പോളായിരിക്കും വീട്ടിൽ. എന്താണെന്ന് വെച്ചാൽ കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം പണിക്കാർക്ക്. പിന്നെ നല്ല തിരക്കാണല്ലോ. കൊയ്ത് കറ്റ കൊണ്ടുവന്നിട്ട് അത് മെതിച്ച് എന്തൊക്കെ പരിപാടിയായിരുന്നു. ഇപ്പം ദേ ഒരു സെക്കൻഡ് കൊണ്ട് ദേ നമ്മുടെ മിഷീൻ പരിപാടി കൊണ്ട് കഴിക്കൂട്ടാ. നമ്മുടെ കൊയ്ത്ത് യന്ത്രം അവിടെ ഭയങ്കര തിരക്കിലാണ്, ഭയങ്കര ബിസി ആയിട്ടുള്ള പണിയിലാണ്. പെട്ടെന്നാണല്ലോ ഓരോ കണ്ടം തീർക്കണത്. അപ്പോൾ ദേ ഈ കണ്ടത്തിലത്തെ ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ട്രാക്ടർ വരുന്നുണ്ട് നെല്ല് ശേഖരിക്കാൻ. അപ്പോൾ ഇനി നെല്ലൊക്കെ ആ ട്രാക്ടറിലേക്ക് നമ്മുടെ കൊയ്ത്ത് യന്ത്രത്തിൽ നിന്ന് അങ്ങോട്ട് പകർത്തണം. അതാണ് അടുത്ത പരിപാടി. പ്പോഴേക്കും മീനാക്ഷിയും ജാനും ഓടി ചെന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ. എന്നിട്ട് ദേ 2 എണ്ണം അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ദേ ഈ നെല്ല് ഇടാൻ അപ്പോഴേക്കും നമ്മുടെ മെഷീൻ വന്നിട്ടുണ്ട്. ആ നെല്ലിടുമ്പോൾ നല്ല പൊടിയായിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് കയറിയിരിക്കണത്. എന്താ രസമല്ലേ. നമ്മുടെ നെല്ലൊക്കെ അവിടെ വീണുണ്ടാവുമല്ലോ നമ്മൾ കൊയ്യുമ്പോൾ. അപ്പോൾ അത് കഴിക്കാൻ എന്തോരം കുക്കുകളാണെന്ന് പറയാൻ. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ അവരെ പറപ്പിക്കണ കാണാൻ അടിപൊളി സീനറിയാണ് കേട്ടോ. അടിപൊളി. ട്രാക്ടറിൽ കയറി കഴിഞ്ഞു. ഇനി നമ്മുടെ കൊയ്ത്ത് യന്ത്രത്തിൽ കയറണം. അതാണ് അടുത്ത ലക്ഷ്യം അവളുടെ. അപ്പോൾ ദേ നമ്മുടെ ട്രാക്ടറിൽ ഇങ്ങനെ നെല്ലൊക്കെ നിറച്ചവിടിയിട്ടുണ്ട്. നമ്മുടെ കൊയ്ത്തിൻ്റെ യന്ത്രം ദേ പോയിട്ടുണ്ട്, വേറെ കണ്ടത്തിൽ പോയി കൊയ്യാൻ പോയിട്ടുണ്ട്. ആൾ ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ ഈ ട്രാക്ടർ അവിടെ വിശ്രമിച്ചിരിക്കുക. ഇനി അവിടെ നിന്ന് നിറഞ്ഞിട്ട് വേണമല്ലോ, അവരുടെ വയറ് നിറഞ്ഞിട്ട് വേണമല്ലോ ഇതിലേക്ക് മാറ്റാൻ വേണ്ടി. അപ്പോൾ ഈ ട്രാക്ടറിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ നെല്ലുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഈ കൊക്കുകൾ വരും കേട്ടോ ഇങ്ങനെ ഇത് കഴിക്കാൻ. അതിനൊക്കെ പറത്തൽ തന്നെയായിരുന്നു മെയിൻ പിള്ളേരുടെ പണി. ഇതാണ് ഈ കണ്ടത്തിന് കിട്ടിയ കാണുന്ന മാതിരിയല്ല കേട്ടോ, നല്ല പൊടിയാണ് നെല്ലിൻ്റെ ഉള്ളിൽ. കൊയ്ത്തൊക്കെ ഉള്ള വീട്ടിലെ ആൾക്കാർക്ക് അറിയാം എന്തോരം പൊടി ഉണ്ടാവുന്ന. അത്ര നല്ല പൊടിയാണ് കേട്ടോ. പിന്നെ ചിലപ്പോൾ ചൊറിയുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചൊറിച്ചലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മീനാക്ഷി പിന്നെ മരം കയറിയതുകൊണ്ട് എവിടെയും പിടിച്ച് കയറുന്നുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തിന് കയറാൻ പറ്റാത്ത കാരണം ചോദിക്കും ഇത് എങ്ങനെ നീ കയറിയെന്ന് വരെ. അത്ര മരം കയറി മീനാക്ഷിയാണത്. ഇത്ത കിട്ടുമ്പോ ആദ്യത്തെ പറഞ്ഞ സീൻ സാധനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഒരു വീഡിയോഗ്രാഫി. ഇവിടെ വന്നാൽ നമുക്ക് പിന്നെ പോവാനേ തോന്നില്ല. സൂര്യാസ്തമയവും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും കേട്ടോ. സൂര്യാസ്തമയം ആയിട്ടില്ല അതിനു മുമ്പ്. പക്ഷേ ഇപ്പോൾ കൊയ്ത്തിൻ്റെ സമയമായതുകൊണ്ട് നിറച്ച് കൊക്കുകളും പിന്നെ പാടത്ത് ഇങ്ങനെ നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്താ രസമല്ലേ. ആദ്യത്തെ നടന്ന് കാരണം നോക്കി ആ സ്വർണ്ണക്കതിര് മാതിരി നെല്ലൊക്കെ നിൽക്കണ കണ്ട. വലിയ പാടാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കണ്ടങ്ങൾ ഇങ്ങനെ കൊയ്ത് വരികയാണ്. ഇപ്പം
ഇപ്പോഴാണ് ശരിക്കും മിസ് ചെയ്യണ പണ്ടത്തെ കാലവും കൊയ്ത്ത് കാലവും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഞാറ് നടാൻ എന്തോ ഒരാൾക്കാരിങ്ങനെ നിരന്ന് ഞാറ് നടലും കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഉള്ള ഞങ്ങളുടെ വീട്ടിലെ തിക്കും തിരക്ക്. വീട്ടിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും. അവിടെ ഭയങ്കര ഒച്ചമ്പളവും ഈ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ, എന്നിട്ടത് നമ്മുടെ ഇവിടെ കൊയ്ത്ത് നടക്കണ അടുത്തേക്കൊക്കെ പോകണം. ആ സമയം അതൊക്കെ ശരിക്കും മിസ്സാവുകയാണ്. ഇപ്പം എന്താ ഒന്നുമില്ല, അത് ഈ യന്ത്രം വരിക, അങ്ങോട്ട് കൊയ്തിടുക, പിന്നെ അങ്ങോട്ട് എന്താ പറയുക വൈക്കോല് ചുരുട്ടാനും എല്ലാവരും മിഷനറീസിൻ്റെ സഹായത്തോടെയാണ്. ആൾക്കാരുടെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരായിട്ടുള്ള അടുപ്പവും കുറയുകയാണ് അല്ലേ. അങ്ങനെ നെൽപ്പാടത്തിലും കണ്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ 4 ഇലച്ചെടീനെ കണ്ടത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് കണ്ടെത്തുന്നവർക്ക് ഭയങ്കര ഭാഗ്യം ഉള്ളവരാണെന്നാണ്, സമൃദ്ധിയും ഭാഗ്യമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. ഇത് ശരിക്കും 3 ഇലയായിട്ടാണ് കാണുക. പക്ഷെ 4 ഇല കണ്ടെത്തുന്നവർക്ക് ഭാഗ്യം കിട്ടുന്നൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ നോക്കിയപ്പോൾ കണ്ടു കേട്ടോ. അങ്ങനെ എനിക്കും ഭാഗ്യം കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളിതേ കൊയ്ത്തൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മുടെ മുകളിൽ കയറിയിട്ടാണ് കണ്ടത്തിൻ്റെ. അപ്പോൾ കണ്ടത്തിൻ്റെ മുകളിൽ ഇതേ ഇങ്ങനെ നമ്മുടെ വലിയ കുളമുണ്ട്. ആ കുളത്തിൻ്റെ ഒക്കെ തിരിക്കുക. പക്ഷേ വെള്ളമൊക്കെ കേടായിട്ടിരിക്കുകയാണ്, വൃത്തിയാക്കാനുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. പിന്നെ ഇതേ നമ്മുടെ ഈ ചെടി കൊണ്ട് നമ്മുടെ ലവ് ചിഹ്നമൊക്കെ ഉണ്ടാക്കി ഇരുന്നു അവിടെ. കൈ മാറ്റി ഞാൻ അപ്പ മുന്നി വന്ന് ഉണ്ടാക്കി തരും. മാറി നിക്ക്, ഉണ്ടാക്കി തരാം. മാറി നിക്ക് ഷാനു. കാണുന്നില്ല സൂര്യൻ്റെ കാറ്റ് പറഞ്ഞായി നല്ല രസം. ഫോട്ടോ എടുക്കട്ടെ. എന്റെ ഫോട്ടോ ഇല്ല പോയി. കുഞ്ഞു ഇഷാനി മാറ്, ഇഷാനി മാറ്. മനുഷ്യനെ എസ്തറ്റിക്കായിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ പിള്ളേര് സമ്മതിക്കില്ല. എൻ്റെ പൊന്നെ അപ്പം മുമ്പിൽ കയറും. അങ്ങനെ പാടത്ത് കൊയ്ത്തും കണ്ട് ഇങ്ങനെ നടന്നതേ നമ്മുടെ സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോവാൻ തോന്നണേയില്ല. അതേ മുരുക ആദ്യത്തിന്റെ തലകുത്തി പറിച്ചലാണ് കാണുന്നത്. ഒക്കെ ഫ്ലോപ്പായി പോയി. വീടിൻ്റെ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞെങ്കിലും ഞാനിതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതേ ഞങ്ങളുടെ കൊയ്ത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ പിള്ളേരൊക്കെ സൈക്കിളുമ്മയാണ് വന്നേക്കണേ. സൈക്കിൾ ചവിട്ടി റാലി നടക്കുന്നുണ്ട്. ഈ റോഡ് നമ്മുടെ പാടത്തേക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് ഇതേ സൈക്കിളിൽ ഇങ്ങനെ നേരെ നിൽക്കണ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോണ വീടിൻ്റെ ആ സൈഡിലുണ്ടായിരുന്നു നിറച്ച് പോകണ്ടില്ലാണ് കേട്ടോ അവിടെ നടത്തി വെച്ചേക്കണത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയുന്നുണ്ട്, ബാബു ചേട്ടൻ പറഞ്ഞു, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ സാരിക്ക് എടുത്ത് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നു. നല്ല രസമുണ്ടല്ലേ. പിന്നെ അപ്പം ഞാൻ സാരി ഒന്നും എടുത്തില്ലെങ്കിലും എൻ്റെ ആ കൂറ ഡ്രസ്സിൽ ഞാനും ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കോടം നടന്നിട്ടുള്ള വീഡിയോ. സ്റ്റോറേജ് ഇല്ലെങ്കിൽ എന്താ കണ്ടാലും ഇപ്പൊ വീഡിയോ എടുക്കാനുള്ള ഒരു ത്വരയാണ്. അങ്ങനെ ഇന്നത്തെ പാടത്തെ ഈവനിങ് വൈബൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മറക്കണ്ട, ലൈക്ക് ചെയ്യണം എന്തായാലും. വീട്ടിലോടിക്ക് മെമ്മറി ഇപ്പൊ കഴിയും. ചാറ്റ് പറഞ്ഞിട്ട് വാ.